അത് ബ്രേക്ക് നഷ്ടപ്പെട്ട് വന്ന് കയറിയാണല്ലേ, കണ്ടാ തന്നെ അറിയാല്ലേ. അത് പൊളിച്ചു, അവിടെ സൈഡ് പൊളിച്ചാ പോയേക്കുന്നത്. അത് മറ്റേ ചെയ്ത് പോയതാ. അത് കയ്യിൽ നിന്ന് പോയതാ. നമ്മളാണെങ്കിൽ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഈ റൂട്ടിലൊക്കെ. നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി പോയാലേ പറ്റത്തുള്ളൂ. ഓവർ കോൺഫിഡൻസ് ഒക്കെ. നമ്മൾ 1 കിലോമീറ്ററിനകത്ത് 3 ആക്സിഡന്റ് കണ്ട്. അതാ പറയാ, ചെറിയ അപകടമൊന്നുമില്ല, വലിയ വലിയ അപകടമാണ്. ബാക്ക് ടയർ കത്തി, ബാക്ക് സൈഡാണ് കത്തി കിടക്കുന്നത്. ഫ്രണ്ട് വീലുണ്ടായിരുന്നോ? ഫ്രണ്ട് വീലുണ്ട്. ഫ്രണ്ട് വീല് നോക്കിയില്ലേ, ബാക്ക് വീല് മൊത്തത്തിൽ കത്തിപ്പോയി. തിരിയിട്ടതാണ് അത് ഒതുക്കി. അത് എനിക്ക് തോന്നുന്നു ഓട്ടത്തിൽ കത്തിയായിരിക്കും. ആര്? ഞാനാ? ഞാൻ ഓൾറെഡി പട്ടിപ്പേര് ഇരുന്നുണ്ട്. ഒരുപാട് കൊല കെട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് പ്രശ്നം. എന്താ പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വണ്ടിയില് മൈലേജ് എത്രയാണ് കറക്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? കറക്റ്റ് നമ്മുടെ കമ്പനി ചില വണ്ടിക്കൊക്കെ ചില ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ട് 4.2 4.5 ഒക്കെ കിട്ടുന്ന വണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് ലോഡും പുറത്ത് ഒരു 3.4 അതേ കിട്ടുന്നുള്ളൂ. ലോഡും പുറത്ത് 3.4 3.6 കാണിക്കും ലിറ്റർ. ഒരു ലിറ്ററല്ലേ. അപ്പൊ കാലിക്കാണെങ്കിൽ 5 മേടിക്കാം. 5 മേളിക്കട്ടോ. അതൊക്കെ റോഡും ഇപ്പൊ ഈ റോഡിന് ഒരിക്കലും നമുക്ക് മൈലേജ് കിട്ടത്തില്ല. മൊത്തം കയറ്റം ഉറക്കണം. ഓക്കെ, അപ്പൊ ഈ മൈലേജ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ വണ്ടിയില്? അത് ലിറ്ററും അടിച്ച ലിറ്ററും 1 കിലോമീറ്റർ നോക്കുമ്പോൾ അറിയാതെ ആവറേജ് എടുക്കുമ്പോൾ അടിച്ചതും ഇനി അതിനുശേഷം അടിച്ചതും ഇടയ്ക്കുള്ള ഇതിന് ഡിസ്പ്ലേ കാണിക്കുക. അത് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് അറിയത്തില്ല. നമ്മൾ ഫുൾ ഡീസൽ അടിച്ചിട്ട് ട്രിപ്പ് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം അടുത്ത ആവറേജ് മൈലേജ് കാണിക്കും. 3.4 3.6 ഒക്കെ അങ്ങനെ നോക്കുന്നേ. വലിയ കയറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അവിടുന്ന് ഇത് പോയില്ല, സ്പീഡ് പോയില്ല. വണ്ടി ഓടി വരുവാണെങ്കിൽ ഈ പോകുന്നത് മിക്കവാറും എല്ലാ കയറ്റം ഏറ്റവും വലിയ കയറ്റം 3